സൂചിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. ചരിത്രബോധം എന്ന് പറയുന്നത് ഇത്രയും വിശാലമായിട്ട് ഞാൻ വളരെ എളുപ്പം പറയട്ടെ. ഉടമല്ല പൂവിനും മലയാളി പെണ്ണിനും കൊടുക്കാൻ വെള്ളപ്പുടവ. സന്ധിക്കാണ് പെണ്ണുങ്ങൾക്ക് വികാരം ഉണ്ടാകും. എത്ര പേർക്ക് അറിയേണ്ടി ആണുങ്ങൾക്ക് രാവിലെ സന്ധ്യാസമയങ്ങളിൽ ഇവർ മുനിമാരുടെ സംസ്കാരം വേണ്ടിയിട്ട് നാമം ജപിക്കാനൊക്കെ പോകും. പക്ഷെ ആ സമയത്താണ്, അതുകൊണ്ടാണ് പെണ്ണുങ്ങൾ ഉടുത്തൊരുങ്ങി മുല്ലപ്പൂ ചൂടി ദേവാലയത്തിലേക്ക് പോകും ഉദ്യാനപാലകനെ കാണാൻ. മിക്കവാറും ഹിന്ദു പെണ്ണുങ്ങളുടെയൊക്കെ കാമുക പ്രശ്നമാണ്. രണ്ട് ഭർത്താവൊന്നുമില്ല, അത് വെറുതെ. ഈ സമയത്ത് രണ്ടുപേർക്കും ഒരേപോലെ ഉത്രാട സന്ധ്യ എന്ന് പറഞ്ഞാൽ നിലാവിൻ്റെ കാമുകിയാണ് മുല്ലപ്പൂ. സന്ധ്യയ്ക്ക് അവന് സൗന്ദര്യം ഉണ്ടാവും. വെള്ളപ്പൂവല്ലേ, വെള്ളപ്പൂക്കൾക്കല്ലേ രാത്രിയിൽ സൗന്ദര്യം ഉണ്ടാവും. അപ്പം കുടമല്ലപ്പൂ ചന്ദ്രനെ കാണാൻ പോകുന്ന പോലെ മലയാളി പെണ്ണ് ഉദ്യാനപാലകനെ കാണാൻ പോകും. രണ്ടുപേർക്കും കാണാൻ പോകുമ്പോൾ ആപാത ചൂടമി രാഗപരാഗം ആകെ ചുടികിന് വളരെ സിമ്പിളാണ്. അത് പെണ്ണുങ്ങൾക്ക് അറിയാവുള്ളൂ കേട്ടോ. അത് വെറുതെ കാഴ്ചക്കാരനാണ്. ഞാനുണ്ടാക്കിയ കഥയാണ് കേട്ടോ. കാര്യം അച്ഛൻ രണ്ടാമത്തെ കല്യാണം കഴിച്ചാണ് അമ്മ. അയാളുടെ ദേശീയനാഥിൽ കല്യാണം കഴിച്ചത്. 9 കൊല്ലം താമസിച്ചിട്ട് കുഞ്ഞുങ്ങളുണ്ടാകാതായിരുന്നു. വല്യമ്മ പോകും. ഞങ്ങൾ അമ്മയെന്ന് തന്നെ വിളിച്ചിട്ടുണ്ട്. പക്ഷേ സന്യാസിനെ പോലെ അവസാന കാലം വരെ ജീവിക്കുകയും അമ്മയേക്കാൾ അച്ഛനിഷ്ടം വല്യമ്മയെ. കാര്യം അമ്മയ്ക്ക് അച്ഛൻ്റെ കവിതകൾ കേൾക്കാനും പാട്ട് കേൾക്കാനും നേരെ ഇല്ലായിരുന്നു. കാര്യം ഞങ്ങളെ വളർത്തുക കഷ്ടമെടുത്ത് ആ സോഷ്യൽ വല്യമ്മ കൃത്യമായിട്ട് അച്ഛൻ്റെ പുറകിൽ എഴുതും നോക്കി നിൽക്കുമായിരുന്നു. അത്ര ഇഷ്ടമായിരുന്നു. അമ്മ സമ്മതിക്കുകയായിരുന്നു വല്യമ്മ പോയി കാണാനായിട്ട് കല്യാണം കഴിഞ്ഞു. അപ്പോൾ സന്യാസിനെ പോലെ ജീവിച്ച ഒരാളാണെന്ന രീതി ഞാൻ ചിത്രഗീതത്തിൽ ദൂരദർശനിൽ കഥ പറഞ്ഞത്. സന്യാസിയാണ് വരുമ്പോൾ വല്യമ്മയ്ക്ക് സന്തോഷമായി. ഈ ഞാൻ പ്രസവിച്ചില്ലെങ്കിൽ നീ എന്നെ ഓർത്തല്ലോ. അങ്ങനെ അവസാനം വല്യമ്മ മരിച്ചപ്പോൾ ഞാനത് ആ പാട്ട് പിന്നെ നിർത്തി. വല്യമ്മയെക്കുറിച്ചുള്ള പാട്ടാണ്. എന്നുള്ള പാട്ട് ഇനി വയ്ക്കേണ്ട, കാര്യം സന്യാസിനിയായിട്ട് ജീവിച്ചിരുന്ന വല്യമ്മ മരിച്ചു പോയിരുന്നു എന്നൊരു പരിപാടി ഞാൻ പറഞ്ഞു. പിറ്റേ ദിവസം ഈ ഫോളോ ആരും പറയും ആ സന്യാസിനി മരിച്ചിട്ടില്ല. പക്ഷേ ആരാന്ന് എനിക്കറിയും. ആരോ ഇപ്പോഴും വയലാറിനെ സന്യാസിനെ ഇപ്പോഴും നയിക്കുന്നുണ്ടെന്ന് കാണുമായിരിക്കും.